ഇന്ന് കോളേജിൽ എൻ്റെ ആദ്യ ദിവസമാണ്. കർത്താവേ, പഠിത്തം മാത്രമല്ല, കുറച്ച് കളർഫുൾ ആക്കി തന്നെ. ഈ വരവൊക്കെ കാണുമ്പോൾ നിങ്ങൾ കരുതും ഇതാണ് ഞാനെന്ന്. പക്ഷെ ഇതല്ല ഞാൻ. മച്ചാനെ, കോളേജ് എത്തി, ഇറങ്ങിക്കോ. ആഹാ, അടിച്ചൊളിക്കാൻ പറ്റിയ കോളേജ്. It's a private party. ഇവിടെ കാണാൻ കൊള്ളുന്നൊരൊറ്റ പെൺപിള്ളേരില്ലല്ലോ. എവിടെ പോയൊക്കെ? ഇനി അകത്തായിരിക്കുവോ? ശേ, ഹലോ. നീ എന്തിനാണോ അവനെ തള്ളിയിട്ടത്? ആരാ അവര്? നിനക്കറിയില്ല അവരെ? സാത്താൻ സെബാസ്റ്റ്യൻ. അവന്റെ മൂക്കിന്റെ തുമ്പത്താ കലിപ്പ്. ഈ കോളേജ് അവന്റെ കോട്ടയാ, സാത്താൻ കോട്ട. പൊന്നളിയോ, കോളേജ് തന്നെ അവന്റെ പേര് കേട്ടാ വിറയ്ക്കും. അവൻ കോളേജിൽ വരുന്നതന്നെ അവന്റെ കൈത്തിരിവ് തീർക്കാനാ. അവന്റെ കയ്യിൽ നിന്നടികൊള്ളാത്ത ആരും തന്നെ ആ കോളേജിലുണ്ടാവില്ല. എന്തിന്, ഈ ഞാനടക്കം. അവന് 2 സഹായികളുണ്ട്. ഒന്ന് മാരി സാബു.
രണ്ടാമത്തവൻ വെങ്കി. പ്രിൻസിപ്പലിന്റെ അടുത്ത് എനിക്ക് ഒരു കംപ്ലൈന്റ് കൊടുക്കടാ. എന്താടാ ഈ മൊത്തം കോളേജും അവരുടെ കൺട്രോളാണ്. അവരറിയാതെ ഒരു ഇല പോലും അനങ്ങില്ല. അനിയ, സഹതാപം കൊണ്ട് പറയാ, ഇനി നീ ആ സാത്താങ്കോട്ടിലേക്ക് വരണ്ട. കൊല്ലാനും മടിക്കാത്ത ടീമാ. കട്ടിപ്പൂടി കട്ടിപ്പൂടിടാ കണ്ണാള കണ്ടപ്പടി കട്ടിപ്പൂടിടാ. നിനക്കിടിക്കണാന്ന് വിളിച്ചു പൊളിക്കണ പന്നീനെ. വാടാ. എങ്ങോട്ടാ? നിന്നെ ഇവിടെ കണ്ടുപോകരുതെന്ന് അന്നേ ഞാൻ പറഞ്ഞതാ. എന്നിട്ടും കെട്ടിയെടുത്തതെന്ന് വെച്ചാ ജാതകദോഷം മാറിയില്ല എന്നർത്ഥം അല്ലേടാ വെങ്കി? സാധാരണ ഭ്രാന്തളിക്ക ഏതെങ്കിലും ഉറപ്പുള്ള മുറി പൂട്ടിടിക്കുക പതിവ്. ഇതിപ്പം പൂട്ട് പൊട്ടിച്ചിറങ്ങിയതോ അതോ വീട്ടുകാർക്ക് ബാധ്യതയായിട്ട് തുറന്നു വിട്ടതോ? പറയടാ, പറയേ, ചേട്ടന്മാരൊന്നറിയട്ടെ. പറയടാ, പറയേ. നിന്നോടല്ലേ പറയാൻ പറഞ്ഞേ?
സ്വപ്നായിരുന്നോ? അയ്യോ, ഇതും സ്വപ്നമായാൽ മതിയായിരുന്നു. എൻ്റെ തമ്പായി കാത്തോണേ. എടാ പൊക്കിക്കട്രാ. ആ പോരട്ടെ. ആ എടാ കുറച്ചുകൂടെ കേറ്റട്ടെ. ആ കേറിക്കോ. അത് തന്നെ മതി. ഹായ് അളിയാ, ഇത് മതിയാ?